ഗോഡ് ഫാദർ കൈരളി തിയേറ്ററിൽ കാണിക്കുകയാണ്. അപ്പോൾ അവൻ്റെ സംഘാടകർ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഡെഫിനറ്റായിട്ടും വരണം, വരാതെ പോകരുത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിവിടെ റിഹേഴ്സൽ നിൽക്കുകയാണ്, ഒന്നും ഒരു എക്സ്ക്യൂസും പറയരുത്, ഇവിടെ കൈരളി തിയേറ്റർ ഇപ്പം തുടങ്ങുന്നതിന് മുമ്പ് വന്നിരിക്കണം. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ്? വരുമ്പോൾ അറിയാം. അപ്പോൾ ഞാൻ വന്നപ്പോൾ അവർ പറഞ്ഞു, വെളിയിൽ വെച്ച് തന്നെ പറഞ്ഞു, ഈ ഇതിനകത്തിരിക്കുന്ന കംപ്ലീറ്റ് ആൾക്കാർ ന്യൂ ജനറേഷൻ പിള്ളേരാണ്, പ്രായം ചെന്ന ആരുമില്ല. എല്ലാവരും കോളേജിൽ പഠിക്കുന്ന, ഗോഡ് ഫാദർ ഇറങ്ങുമ്പോഴോ ഷൂട്ട് ചെയ്യുമ്പോഴോ ഇവരുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ ജനിച്ചോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഗോഡ് ഫാദർ കാണാൻ വേണ്ടി, റിവ്യൂ ഷോയിന് കാണാൻ വേണ്ടി കെ ബാലചന്ദർ സാറും മണിരത്ന സാറും വന്ന കാര്യം ഞാൻ പറയാം, അങ്ങനെ ഒരു കഥ. അപ്പോൾ ഇവർക്ക് പുതിയ ജനറേഷനും ഇവരെ പറ്റി അറിയാം, പക്ഷേ ഇവർ വന്ന കാര്യമൊന്നും അറിഞ്ഞൂടല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ദാദാ സാഹിബ് ഫൽക്കെ അവാർഡ് വാങ്ങിയ കെ ബാലചന്ദർ സാർ ഭയങ്കരമായിട്ട് അഭിപ്രായം പറഞ്ഞു. എന്നാൽ ഒരക്ഷരം പോലും മിണ്ടാതെ മണിരത്ന സാർ പോയി അവിടെ നിന്ന്. നമുക്കെല്ലാവർക്കും വലിയ വിഷമായി. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു ജനിസിലുള്ള പടം അല്ലാത്തത് കൊണ്ടായിരിക്കുമോ, ആരും ഒന്നും പറഞ്ഞതുമില്ല, ഒറ്റ പോക്കം പോയി. 2 ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ കഥ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ന്യൂ ജനറേഷൻ്റെ അടുത്ത്. കഥയിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം സുഹാസിനിയെ വിളിച്ചു കഴിഞ്ഞാൽ അറിയാം, സുഹാസിനി എനിക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ ഫുൾ തിയേറ്റർ എന്ത് ചെയ്യാനൊക്കും, പണ്ടാന്ന് അങ്ങനെ ഇല്ല. അപ്പം ഞാൻ അവിടെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ, ഇവിടെ ഇതിൻ്റെയൊക്കെ മുകളിൽ ഫ്രണ്ട്ഷിപ്പ്, ആർട്ടിസ്റ്റ് റിലേഷൻ എന്നൊക്കെ പറഞ്ഞ് വലിയ മഹത്തരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു റിലേഷനേ ഉള്ളേ. അപ്പം എന്തും ആരിടത്തും എങ്ങനെ വേണമെങ്കിലും സ്ട്രൈറ്റ് ആയിട്ട് പറയാം, ഏറ്റവും മോശപ്പെട്ട തരത്തിൽ വ്യാഖ്യാനിച്ച് പറയാം. നമ്മളൊരു കാര്യം പറയുന്നതിന് മുമ്പ് ഇതിനകത്ത് കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഫേസൊക്കെ എൻ്റെ മനസ്സിൽ, ഞാൻ കലാകാരനായതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് അപ്പോൾ അങ്ങനെയുള്ള ഫേസുകൾ എൻ്റെ മനസ്സിലേക്ക് വരികയും അത് പറയണ്ട വേണ്ട അത് മറ്റേ അങ്ങനെ ഒരു കമൻ്റ് ഇടും, ഇതിങ്ങനെ വ്രണപ്പെടും, അവർ വ്രണപ്പെടും, ഇങ്ങനെ 100 കാര്യങ്ങൾ ഒരു സെക്കൻഡിനകം, ഒരു മൈക്രോ സെക്കൻഡിനകം നമ്മുടെ മനസ്സിലൂടെ പോയിട്ട് ലാസ്റ്റ് അല്ലെങ്കിൽ വേണ്ട അത് പറയണ്ട. അപ്പോൾ അതെല്ലാം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയുടെ വെട്ടിനിരത്തല് അങ്ങനെ വന്നതാണ്. അപ്പോൾ എനിക്ക് അതെല്ലാം നഷ്ടപ്പെട്ടനായിരുന്നു. എൻ്റെ കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാം നഷ്ടപ്പെട്ടനായിരുന്നു. ഇപ്പം കൂടുതൽ കുഴപ്പമാണ്, MLA കൂടാണ്. MLAക്ക് അത് പറയാമോ? ഒരു MLA ഇല്ലേടാ നീ, സ്വയം എൻ്റെ അടുത്ത് ചോദിക്കും. അല്ല, അങ്ങനെ ഒരു മോശം കമന്റ് ചെയ്ത ഒരുത്തനെ മുകേഷ് ഏട്ടന്റെ മുന്നിൽ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ മുകേഷ് ഏട്ടൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? അല്ല, എനിക്കങ്ങനെ വലിയ റിയാക്ഷൻ ഒന്നുമില്ല. ഞാനതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കും.